ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നിങ്ങൾ രാത്രിയിൽ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? എനിക്കിഷ്ടമല്ല. കാരണം നമ്മുടെ റോഡ് നിലവിലത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് മോശമാണ്, കുണ്ടും കുഴിയൊക്കെയാണ്. പിന്നെ ഓപ്പോസിറ്റ് വരുന്നവരാണെങ്കിൽ ഒരു തരത്തിൽ അവർ ഡിമ്മാകത്തില്ല, കൂടുതൽ ആൾക്കാരും ബ്രൈറ്റ് ഇട്ടുകൊണ്ടാണ് വരിക. അത് കാരണം നമ്മുടെ വിഷൻ കട്ടാവുന്നുണ്ട്. റോഡിൻ്റെ സ്ഥിതി വളരെ മോശം. കുറച്ച് നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓർക്കാപ്പുറത്തായിരിക്കും വലിയൊരു കുഴി വരുന്നത്. അത് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ വൈസർ യൂസ് ചെയ്യുന്നത് ക്ലിയർ വൈസർ മാത്രം രാത്രിയിൽ യൂസ് ചെയ്യുക. ക്ലിയർ വൈസർ ആയിട്ടും കാര്യമില്ല, ആ വൈസർ ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റണം. അതിനകത്ത് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഫുള്ള് ബ്ലറായിരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ വിചാരിക്കും വൈസർ പൊക്കി വെക്കാമെന്ന്. പൊക്കി വെച്ച് കഴിഞ്ഞാലും അപകടമാണ്. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും കണ്ണിനകത്തൊരു പ്രാണി കയറുന്നത്. ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. രാത്രിയിൽ സേഫായിട്ട് ലോങ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേഫായിട്ട് പോവുക. അതായത് റഷ് ചെയ്യരുത്, ഒട്ടും തന്നെ റഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വേഗത മാക്സിമം ഒരു 50 കിലോമീറ്റർ ആയിരിക്കാവും. അത് എത്ര വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും മാക്സിമം അത്രേ ആകാൻ പാടുള്ളൂ. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ മുന്നിൽ എന്താണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഒരു കുറച്ച് ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ച് കൈ കൊടുത്ത് പോകണമെങ്കിൽ നമുക്ക് ലോങ് വ്യൂ വേണം. ആ ദൂരം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഇതിപ്പോൾ ഇരുട്ടത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാത്രിയിൽ ഉള്ള ഒരു ബൈക്ക് റൈഡ് വെറുക്കുന്നത്. പിന്നെ ഓവർടേക്കിങ് മാക്സിമം ഒഴിവാക്കുക. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാരണം അത് ഏത് വണ്ടിയാണ്, ആ വണ്ടി എത്ര സ്പീഡിലാണ് വരുന്നത്, അത് എത്ര ഡിസ്റ്റൻസ് എത്തിയെന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.